അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ്. മരിക്കുന്നതിന് മുമ്പ് സമ്പന്നനായിട്ടല്ലാതെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർ മരിക്കുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു സൂറത്ത്. കുറേ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന സൂറത്ത്. പേരെടുത്തു പറഞ്ഞ് മഹദിയുടെ ചരിത്രം പറയുന്ന സൂറത്ത്. ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ദുനിയാവിലെ നേട്ടങ്ങളും അതുപോലെ നാളെ ആഖിറത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദുനിയാവിൽ കൊടുത്തതുപോലുള്ള പവർ കിട്ടുന്ന നേട്ടവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. എല്ലാവരും പതിവാക്കുക. ഒരുപാട് പേർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. മക്കൾ നന്നാവാൻ വേണ്ടി, നല്ലൊരു വീടുണ്ടാകാൻ വേണ്ടി, പിന്നെ കടങ്ങൾ വീടാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ എല്ലാം നാം ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഖുർആൻ ഓതാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട്, തസ്ബീഹ് ചൊല്ലാറുണ്ട്. ഇങ്ങനെ തുടങ്ങി നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇന്നൊരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും അതുപോലെ ഈ സൂറത്തിൻ്റെ സ്ഥാനവും ശ്രേഷ്ഠതയും എന്താണ്, ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞു തരാം. വിശാലമായ അർത്ഥമുള്ള സൂറത്താണ് ഇത്. പരിശുദ്ധ ഖുർആൻ ഓരോ അർഫുകൾക്കും പ്രത്യേകം കൂലിയാണ്. ഏത് സൂറത്ത് ഓതുമ്പോഴും ഏത് സൂറത്ത് പാരായണം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഖൽബിൽ നല്ല നിയ്യത്ത് വേണം. ഇതെൻ്റെ യജമാനനായ റബ്ബിൻ്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ കിതാബാണ്, അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഞാൻ ഓതുന്നത്. അള്ളാഹു തആല നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത, അവിടത്തേക്ക് പറഞ്ഞു കൊടുത്ത ആ വലിയ അത്ഭുതമാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. നാം ഇതിനെ ബഹുമാനിക്കണം. ബഹുമാനത്തോടെ ആദരവോടെ ആരെങ്കിലും പാരായണം ചെയ്താൽ നാളെ ആ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് ശുപാർശ ചെയ്യാനായി ആ ഖുർആൻ വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ട് വലിയ നേട്ടം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഖുർആൻ പാരായണം ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ഒരാൾ നാളെ മഹ്ശറയിൽ ഒരു സുന്ദരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു നിൽക്കും. അദാബിൻ്റെ മലക്കുകൾ അടുത്തേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തും. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ നോട്ടം വരുന്ന സമയത്ത് ഒരു മറയായി ഈ വ്യക്തി വന്നു നിൽക്കും. ഇതാരാണെന്നറിയോ? അതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്ത് ഓതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, നാളെ ഷഫാത്ത് കിട്ടാൻ വേണ്ടിയാണ് ഓതുന്നത്. പരിശുദ്ധ ഖുർആനിൽ 98 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ അവതരിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്ത് മറിയം. അത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള സൂറത്താണ് സൂറത്തുൽ മറിയം. 98 ആയത്തുകളാണ് ഉള്ളത്. അതിൻ്റെ കലിമത്തുകളുടെ എണ്ണം 962 മറിയം സൂറത്ത് സ്ഥിരമായി ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അതിനുശേഷം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് ഇതിൽ പറയുന്നത്. മറിയം ബീവിക്ക് ഗർഭമുണ്ടായതും മറിയം ബീവി അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്തതും അതുപോലെ പ്രസവിച്ചതും ആ കുട്ടിയുമായി വീട്ടിലേക്ക് വന്നതും പരിഹസിച്ചപ്പോൾ കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതും ഞാൻ ഈസാ നബിയാണ്, പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞതും ഇതാണ് ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ, ദിവസവും പതിവാക്കിയാൽ, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹു സമ്പന്നനാക്കിയിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്നാണ്. അതായത് ജീവിതത്തിൽ എല്ലാ ഹൈറുകളും സമ്മേളിച്ചവനായിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടില്ല എന്നാണ്. ഇനി കിട്ടുന്ന മറ്റൊരു നേട്ടമാണ് ഈസാ നബിയുടെയും അവരുടെ അസ്വാബും വരുമ്പോൾ അവരുടെ കൂട്ടത്തിലും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ മറിയം ഒരാൾ പാരായണം ചെയ്താൽ, ഒരു തവണ പാരായണം ചെയ്താൽ തന്നെ അവർക്ക് കിട്ടുന്ന നേട്ടം പറയാം. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, സക്കറിയ നബി അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർക്ക് ഓരോരുത്തർക്കും 10 തവണ സദക്ക കൊടുത്ത കൂലി മറിയം സൂറത്ത് ഒറ്റത്തവണ പാരായണം ചെയ്യുന്നതിന് തന്നെ ലഭിക്കുന്നതാണ് എന്നും ഇത്രയും പ്രവാചകന്മാരെ കൊണ്ട് അംഗീകരിച്ചവർക്ക് കിട്ടുന്ന പോലെയുള്ള പ്രതിഫലം മറിയം സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്നതുമാണ്. ഒറ്റത്തവണ ഓതിയാൽ തന്നെ ഇത്രയും കൂലി കിട്ടുന്നതാണ്. അതുപോലെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ആളുകൾക്കനുസരിച്ച് മറിയം സൂറത്ത് ഓതുന്നവർക്ക് നന്മ കിട്ടും എന്നാണ്.
ഒരു തവണ പാരായണം ചെയ്താൽ തന്നെ ഇത്രയും ഗുണങ്ങൾ കിട്ടും ഇൻഷാ അല്ലാ.